പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 15-ാം തീയതി തിങ്കളാഴ്ച. പുതിയൊരു പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവേ, ഇന്നത്തെ ഞങ്ങളെല്ലാ പ്രവർത്തന മേഖലകളിലും അങ്ങ് കൂട്ടായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 80-ാം വചനം ധ്യാനിക്കാം. ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. സ്നാപയോഹന്നാനെ കുറിച്ചാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. മരുഭൂമി ഏകാന്തതയുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും പ്രതീകമാണ്. സ്നാപകൻ ശക്തിയും ധീരതയും ആർജിച്ചത് ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നുമാണ്. കർത്താവെ, ഏകാന്തതയിൽ ആഴപ്പെടാനും വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.